വൺ പ്ലസിൻ്റെ ഇനി വരാൻ പോകുന്ന ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് OnePlus 13. ഇപ്പം ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് OnePlus 13 5G എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു ഫോണിൽ 6.8 ഇഞ്ചിൻ്റെ 2K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ വരുന്നതായിരിക്കും. അപ്പം ഇതിൽ 2K റെസൊല്യൂഷനൊക്കെ വരുന്നതായിരിക്കും, വളരെ കൂടിയ റെസൊല്യൂഷനൊക്കെ വരും. പിന്നെ 80 OLED ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. LTP എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതായത് റീഫ്രഷ് റേറ്റ് 1 ഹെർട്സിൻ്റെയും 120 ഹെർട്സിൻ്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. മാക്സിമം ഇതിൽ 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തേക്കാം. പഞ്ചോൾ ഡിസൈൻ ആയിരിക്കും വരിക. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ ഇതിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും വരിക, പക്ഷേ ഗ്ലാസ് ചെറുതായിട്ട് കേർവ്ഡ് ആയിട്ടായിരിക്കും വരിക. ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നേക്കാം. ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്, മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വേണ്ടതാണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 4 എന്ന പ്രോസസ്സർ ഈ ഫോണിൽ വന്നേക്കാം. ഈ ഒരു പ്രോസസ്സർ ഇപ്പം അനൗൺസ് ചെയ്തിട്ടൊന്നുമില്ല. ഇനി സ്നാപ്ഡ്രാഗൻ്റെ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. ആ ഒരു പ്രോസസ്സർ നവംബറിലൊക്കെ ആയിട്ടേ ലോഞ്ച് ചെയ്യുള്ളൂ. അപ്പം ഇനിയും ടൈം ഉണ്ട്. എന്തായാലും ഇതിൽ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ വരുന്നതായിരിക്കും. അപ്പം മികച്ചൊരു പെർഫോമൻസ് ഒക്കെ ഇതിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്, 5G സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ 16 GB റാം വരെയും 1 TB ഇൻറ്റേർണൽ വരെയൊക്കെ ഇതിൽ വന്നേക്കാം. LPDDR5Xൻ്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പ് ഒക്കെ വന്നേക്കാം. ചിലപ്പം UFS 4.1 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വന്നേക്കാം. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഇതിൽ Android 15 ബേസിലുള്ള ഓക്സിജൻ സോഫ്റ്റ്വെയർ വന്നേക്കാം. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഇതിൽ വരിക. OSൻ്റെ സപ്പോർട്ടൊക്കെ വന്നേക്കാം. പിന്നെ 50 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നതായിരിക്കും. അത് കൂടാതെ 50 മെഗാ പിക്സലിലെ ഒരു പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസും ഇതിൽ വരുന്നതായിരിക്കും. ഇതിൽ 3x ഒപ്റ്റിക്കൽ സൂം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് അവർ ഹാസൽബ്ലാഡുമായിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്യുന്നതായിരിക്കും. സെൽഫി ക്യാമറയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയ്ക്കാണ് നമ്മൾ ഇതിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ബാറ്ററിയുടെ കാര്യത്തിൽ 6000 mAh ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. വളരെ കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റി ഈ ഫോണിൽ വന്നേക്കാം. 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വന്നേക്കാം. Type C ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പിന്നെ ചിലപ്പോൾ ഇതിൽ വയർലെസ് ചാർജിങ് എന്നുള്ള ഫീച്ചർ ഉണ്ടാവോ എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. എന്തായാലും ഇതിൽ നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഒക്കെ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. മിക്കവാറും ഈ ഒരു കൊല്ലം അവസാനം അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത കൊല്ലം സ്റ്റാർട്ടിങ്ങിലൊക്കെ ആയിട്ടായിരിക്കും ഈ ഫോൺ ലോഞ്ച് ചെയ്യുക. നവംബർ, ഡിസംബർ അല്ലാന്നുണ്ടെങ്കിൽ ജനുവരിയിലൊക്കെ ആയിട്ട് ഈ ഫോൺ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല. ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. അപ്പം വിലയും അതിനനുസരിച്ചിട്ട് വരുന്നതായിരിക്കും. നമുക്ക് ഈ ഒരു ഫോൺ ഒരു 65,000 70,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ഈ ഫോൺ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും OnePlusൻ്റെ OnePlus 13 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.